ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണ്, എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കിച്ചു ബാംഗ്ലൂർ എത്തിയിട്ട് എന്താ ബാംഗ്ലൂർ വിശേഷങ്ങളൊന്നും അറിയിക്കാത്തത്, എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. നെറ്റ് സ്ലോ ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ബാംഗ്ലൂർ വിശേഷങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ചെയ്യാഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് ദിവസം ബാംഗ്ലൂർ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പം ഞാൻ ബാംഗ്ലൂർ എത്തിയ അന്ന് തന്നെ ഒന്ന് നന്നായിട്ട് ഉറങ്ങി എണീറ്റതിന് ശേഷമാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പം ഇത് ലാൽബാഗിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നേരത്തെ വരാൻ ശ്രമിക്കണം ഈ ഒരു സ്ഥലത്ത്. കാരണം വെച്ചാൽ ഒരുപാട് നമുക്ക് കാണാനുണ്ട് ഇവിടെ. പക്ഷെ ഞാൻ എത്തിയപ്പോൾ ലേറ്റ് ആയി, അതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല, മുഴുവനായിട്ട് കവർ ചെയ്യാനും പറ്റിയിട്ടില്ല. ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ലാൽബാഗിലുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം എന്തായാലും. അത്രയും ഭംഗിയാണ് കേട്ടോ ഈ ഇവിടുത്തെ ഓരോ സംഭവത്തിനും. നിങ്ങൾക്ക് അവിടെ ചെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഓരോ ഭംഗി കാണാൻ. ഓക്കെ, ഇവിടെയൊക്കെ നിന്ന് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഭംഗിനെങ്കിൽ ശരിക്കും കൗതുകം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓരോ ചെടികളും എന്ത് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കാണാനാ ഭംഗി. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ കണ്ടിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഇതില്ലേ എന്താ പറയുക, മല്ലിക. അതാണ് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. എന്ത് ഭംഗിയായിട്ടാണ് അറിയോ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ രാവിലെയും വൈകിട്ടും ജോഗിങ്ങിന് വരുന്ന ആൾക്കാർക്ക് ഇതിനുള്ളിലേക്ക് എൻട്രി ഫീ ഇല്ല കേട്ടോ. അവർ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഞാൻ ഓടുന്നത്. ഇവരെല്ലാവരും രാവിലെയും വൈകിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വർഷം 200 വർഷം അതിക്ക് മുകളിലൊക്കെ പഴക്കമുള്ള ഓരോ മരങ്ങൾ എന്ത് ഭംഗിയായിട്ടാണ് അറിയാം ഇന്നും പച്ചപ്പോടുകൂടി നിൽക്കുന്നത്. അത് കാണാനാ ശരിക്കും ഭംഗി. ഞാനതൊക്കെ കണ്ടിട്ട് ശരിക്കും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്നു. പിന്നെ അതുപോലെ എടുത്തു പറയാൻ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും സിറ്റിംഗ് ഏരിയ തയ്യാറാക്കിയതൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അറിയോ. പിന്നെ ഇവിടെ ഒന്നും ശരിക്കും നമുക്ക് വരുന്നവർ വേസ്റ്റ് ഒന്നും ഇടൂല കേട്ടോ. എല്ലാവരും പിന്നെ ഇതിനായിട്ട് നിർമ്മിച്ച ആ ഒരു സംഭവത്തിൽ മാത്രമേ വേസ്റ്റ് നിക്ഷേപിക്കൂ. ഒരു വേസ്റ്റ് പോലും ഇവിടെ എവിടെയും കാണില്ല. നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ആണെങ്കിൽ പാർക്കിലും ഇതിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഫുൾ വേസ്റ്റ് കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ ഒന്നും ശരിക്കും ഒരു വേസ്റ്റ് പോലും എവിടെയും ഇടാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ട് എന്താ പറയുക, പൂക്കളെ കൊണ്ടൊരു അലങ്കാരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്രയും ഭംഗിയായിട്ടാണ് അറേഞ്ച്. ഇതിൻ്റെ ഓരോ ഫ്ലവറിൽ പോലും നമുക്ക് തൊടാനുള്ള ഇത് പറ്റില്ല കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എവിടെ നിന്നും എടുക്കാം, പക്ഷേ ഫ്ലവറിലൊന്നും നമുക്ക് ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ അതിൻ്റെ ഭംഗി കണ്ടിട്ട് കുറേ ടച്ച് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്ക് അപ്പുറത്തുനിന്ന് സെക്യൂരിറ്റി കർശനാണ്, തൊടരുത് എന്നുള്ളത്. അതുപോലെ തന്നെ പഴയ കാലത്തെ ഒരു ഒരു വീടാണ് തോന്നുന്നത്. പക്ഷെ ഇതുണ്ടല്ലോ ഇപ്പോഴും ആ പുതുമയോടെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇവിടെ നിന്നിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നോട് അവർ ചോദിക്കുക എങ്ങനെയുണ്ട് ബാംഗ്ലൂർ വന്നത്. ഞാൻ അടിപൊളിയാണ്, എന്ത് ഭംഗിയായിട്ട് ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ട്, ഇനിയത്തെ ദിവസങ്ങൾ എന്താവുമെന്ന് എനിക്ക് അറിയില്ല എന്ന് തന്നെ ഞാൻ അവരോട് പറയായിരുന്നു. ശരിക്കും നമ്മൾ ശരിക്കും ഓരോ സ്ഥലങ്ങളും നമ്മൾ കാണുമ്പോൾ കൗതുകത്തോടെ നമ്മൾ നോക്കി നിന്നു പോകും. അത്രയും ഭംഗിയായിട്ടുള്ള, അത്രയും നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ബാംഗ്ലൂർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാംഗ്ലൂർ പോകുന്നത്. ഫസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം, ഇതുവരെ പോയിട്ടില്ല അവിടെ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗ്ലാസ് ഹൗസിലോട്ടാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ അടുത്തുണ്ട് ഗ്ലാസ് ഹൗസിലോട്ട്. അതുപോലെ തന്നെ ഇവിടെ വർഷത്തിൽ രണ്ടേർക്കാണ് കേട്ടോ ഫ്ലവർ ഷോ നടക്കുന്നത്. ഒന്ന് ഓഗസ്റ്റ് 15 അന്നും ഒന്ന് റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് കേട്ടോ.
അങ്ങനെ ഗ്ലാസ് ഹൗസിൻ്റെ അടുത്തെത്താറായി തുടങ്ങി കേട്ടോ. ഇത് ഗ്ലാസ് ഹൗസിൻ്റെ മാപ്പാണ് കേട്ടോ. ഇതാണ് ഗ്ലാസ് ഹൗസ്. ഇതിൻ്റെ ഉള്ളിലാണ് ഫ്ലവർ ഷോ നടക്കാറ്. ഓഗസ്റ്റ് 15 അന്നും റിപ്പബ്ലിക് ഡേയുടെ അന്നും. ഇതിലൊക്കെ ശരിക്കും ഫ്ലവർ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരിക്കും, ചെടികളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളും എന്ത് ഭംഗിയായിരിക്കും അറിയോ. നമ്മളവിടേക്ക് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇതാണ് ഗ്ലാസ് ഹൗസിൻ്റെ സൈഡ് വശം. ശരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ചെടി എന്ന് പറയുന്നത് മല്ലികയാണ്. ഇപ്പം നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കാണുന്നൊരു ചെടിയാണ്, പൂക്കൾ തന്നെ മല്ലികയാണ്. ഇതാണ് കേട്ടോ ഗ്ലാസ് ഹൗസിൻ്റെ പിൻവശം കാര്യങ്ങളൊക്കെ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോസ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ലേറ്റായി നമ്മളിവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ അവർ നമ്മളോട് പുറത്തു ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 9 മണി വൈകുന്നേരം 6 മണി ആ ഒരു ഇതാണ്. അതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടുന്ന് പുറത്തു പോകും. പിന്നെ നമ്മളിത് ഇവിടെ ഒരു മലയുണ്ട്, അത് കാണാൻ അതുകൂടി കണ്ടിട്ട് പുറത്തു പോകാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ മലയുടെ അടുത്തെത്താറായിട്ടോ. മലയുടെ അടുത്തെത്തി. ഇതിൻ്റെ മുകളിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ മലയുടെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാംഗ്ലൂരിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളങ്ങനെ തിരിച്ചു പോകാനായിട്ട് ചെയ്ത് പെട്ടെന്ന് അവർ നമ്മളോട് പോകാൻ പറഞ്ഞു അവിടെ നിന്ന്. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് കാണാം. അതുവരേക്കും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.